അരുൺ, എവിടെ ഒരു സ്ത്രീകളും അവരെ ഒരു ചൂഷണത്തിന് വിധേയമായാൽ അവരെ ആ ചൂഷണത്തിന് ആക്കിയവർ ശിക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. ഇപ്പോൾ ഒരു ശത്രുക്കൾ വീണ് കിടക്കുമ്പോൾ അവരെ മാക്സിമം കരിവേക്കി തേക്കാമെന്ന് പറഞ്ഞ് കുറച്ചെങ്കിലും ആൾക്കാർ ഇതിൻ്റെ ഭാഗമായി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഏതൊക്കെയോ വിധത്തിൽ ആരൊക്കെയോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആ പ്രോത്സാഹനം എന്ന് പറയുന്നത് യഥാർത്ഥ ഇരകളെ അവരുടെ ഏതാണോ അവരുടെ കോഴ്സ് അത് നശിപ്പിക്കുന്ന ലെവലിലേക്ക് പോവുകയാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ എലിയെ പേടിച്ച് ഇല്ലം ചൂടുക എന്ന് പറഞ്ഞ കാരണവന്മാർ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഈ എലിയെ പേടിച്ചിട്ട് ഇല്ലം ചൂട്ട് അതിന് പെരയ്ക്ക് തീയും കൊടുത്തിട്ട് അതിനുണ്ടായിരുന്ന ആൾക്കാരെ ഇറങ്ങി ഓടി എന്നുള്ളതാണ് ഇപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടുള്ളത്. എന്താണ് ശരിക്കും അമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ്? ഇതിന് ഞാൻ ഈ ഒരു വേറെ ആംഗിളിൽ ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പണ്ട് കാലങ്ങളിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർമാരുണ്ടായിരുന്നു. ആ പ്രൊഡ്യൂസർമാരെന്ന് പറയുന്നത് എന്താ? സ്വർഗ്ഗചിത്രയെ പോലെ, ജൂബിലിയെ പോലെ, സെൻട്രൽ പിക്ചേഴ്സിനെ പോലെ, സെവൻ ആർട്സിനെ പോലെ, ഇതുപോലെയുള്ള സെഞ്ചുറിയെ പോലെ, ആരോമേനെ പോലെ, അങ്ങനെ എന്താണ് സ്വർഗ്ഗചിത്ര അപ്പച്ചനെ പോലെ ഉണ്ടായിരുന്ന ഒരു നിരവധി പ്രൊഡ്യൂസർമാരുണ്ട് ഈ എന്താ പറയുക ഈ പിന്നെ സിനിമാ ലോകത്ത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ കാണുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ മോഹൻലാലിൻ്റെ പടം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻ്റണി പെരുമ്പാവൂർ, മമ്മൂട്ടി കമ്പനീൻ്റെ പടം എടുക്കാൻ വേണ്ടി ഒരു മമ്മൂട്ടി കമ്പനി, പൃഥ്വിരാജിൻ്റെ പടം എടുക്കാൻ വേണ്ടി ഒരു ലിസ്റ്റിൻ സ്റ്റീഫൻ, പിന്നെ ആരാണ് ടൊവിനോ തോമസിന് പടം എടുക്കാൻ സ്വന്തം കമ്പനി, ഉണ്ണിമൂന്നിന് പടം എടുക്കാൻ സ്വന്തം കമ്പനി, പിന്നെ എന്താണ് നമ്മുടെ ഫഹദ് ഫാസിലിനെ എടുക്കാൻ വേണ്ടി സ്വന്തം കമ്പനി. ഇപ്പോൾ ഇവരാരെങ്കിലും ഇവരേതെങ്കിലും ഇവർ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്ത് നടന്മാരായവരാണോ? ഞാൻ എൻ്റെ പടം സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത് മോഹൻലാൽ അങ്ങനെ നടനായതാണോ? മമ്മൂട്ടി അങ്ങനെ നടനായതാണോ? സുരേഷ് ഗോപി അങ്ങനെ ചെയ്യുന്നില്ല നോക്കുക. പിന്നെ ഫഹദ് ഫാസിൽ അങ്ങനെ നടനായതാണോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പൃഥ്വിരാജ് അങ്ങനെ നടനായതാണോ? ഈ പറഞ്ഞ ഉണ്ണിമൂന്തൻ അങ്ങനെ നടനായതോ? ഈ പറഞ്ഞ പിന്നെ ടോവിനോ തോമസ് അങ്ങനെ നടനായതാണോ? ഇവരെല്ലാം ആരുടെയോ പണങ്ങൾ മുടക്കി ഈ പറയുന്ന വ്യവസായത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആ സംവിധാനത്തിൽ വളർന്ന് വലുതായി ഒരു തട്ടിന് മേലെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് താഴെയുള്ളവരൊന്നും വേണ്ട. ഇവരെല്ലാവരും കൂടി ഒരു സംഘടന ഉണ്ടാക്കിയിരിക്കണം. ഇപ്പം സംഘടനേൻ്റെ അവസ്ഥ അറിയോ നിങ്ങൾക്ക്? ഇപ്പോൾ സംഘടനയുടെ തലപ്പത്ത്, അമ്മേൻ്റെ തലപ്പത്ത് മോഹൻലാൽ, ഫെഫ്കേൻ്റെ തലപ്പത്ത് മോഹൻലാലിൻ്റെ തന്നെ മോഹൻലാൽ പറഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്ത ബി ഉണ്ണികൃഷ്ണൻ അല്ലേ? പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മമ്മൂട്ടി പറഞ്ഞാൽ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാത്ത ആൻഡോ ജോസഫ്, ഫിയോക്കിൻ്റെ തലപ്പത്ത് ആന്റണി പെരുമ്പാവൂർ. ഇങ്ങനെയുള്ള ഇതാണ് ഈ കോക്കസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇവർ ഈ പറയുന്നത് പോലെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ അമ്മയെന്ന് പ്രശ്നമായോ, നിങ്ങൾക്ക് പിന്നെ ഫിയോക്കിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫെഫ്കയിലേക്ക് പോകാൻ പറ്റില്ല. നിങ്ങളുടെ പടം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന തലപ്പത്തിരിക്കുന്നത് ഈ പറഞ്ഞ ലിസ്റ്റ് സ്റ്റീഫനാണ്. നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റ് സ്റ്റീഫൻ പടം നിങ്ങൾ ഇപ്പം വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇങ്ങനെ എടുക്കുന്ന പടങ്ങൾ നോക്കുക, ഒരു പടത്തിൻ്റെ ബഡ്ജറ്റ് 10 കോടിയാന്ന് നോക്കുക. 10 കോടിൻ്റെ 6 കോടി ആ നായക നടൻ മാത്രം വാങ്ങും. ബാക്കി 3 കോടി വേണം ഈ പറഞ്ഞ, അല്ലെങ്കിൽ 4 കോടി വേണം ഈ പറഞ്ഞ സംവിധാനങ്ങൾക്ക് മുഴുവൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് ലോജിക്കാണ്? ഇവർ പടത്തെ സ്നേഹിച്ചിട്ടാണ് ഈ പറയുന്ന സംവിധാനത്തിൻ്റെ പണത്തെ സ്നേഹിച്ചിട്ടാണ്. പടത്തെ സ്നേഹിച്ചിട്ടല്ല ഈ പരിപാടി എടുക്കുന്നത്. 10 കോടി ബഡ്ജറ്റിലുള്ള ഒരു പടത്തിൽ 6 കോടി ഒരേ ഒരു നടൻ വാങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ബാക്കി 4 കോടി കൊണ്ട് വേണം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് പൈസ കൊടുക്കണം, ഇതിൻ്റെ ഡയറക്ടർക്ക് പൈസ കൊടുക്കണം, അണിയറ പ്രവർത്തനം മുഴുവൻ നടത്തണം, സെറ്റ് ഇടണം, ഈ പറഞ്ഞ കാസ്റ്റിംഗ് നടത്തണം, മ്യൂസിക് ചെയ്യണം, ഈ പറഞ്ഞ സംവിധാനങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ 4 കോടി കൊണ്ട് ചെയ്യണം. 10 കോടിക്കാണ് ഇതിൻ്റെ ആകെയുള്ള ബഡ്ജറ്റ്. എന്നിട്ട് ചെയ്യണം നമ്മൾ ഇവരുടെ മുന്നിൽ പോയി ഇരിക്കണം. എന്തുകൊണ്ടാണ് ഈ കാസ്റ്റിംഗ് കൗച്ചൊക്കെ വരുന്നത്? എന്തുകൊണ്ടാണ്? ഇവരുടെ മുന്നിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ 5, 6, 7 കമ്പനികൾ മാത്രമാണ് ഈ അടുത്ത കാലങ്ങളിൽ പടം എടുത്തത്. നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ വായിച്ച ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടോ? അതിനേക്കാൾ വേറൊരു രസം ഞാൻ പറയാം. പ്രൊഡ്യൂസർ അസോസിയേഷൻ തലപ്പത്തിരിക്കുന്നത് ആൻഡോ ജോസഫാണ്. ആൻഡോ ജോസഫ് എത്ര പടം എടുത്തിട്ടുണ്ട്? ആൻഡോ ജോസഫ് എത്ര പടത്തിന് പണം മുടക്കിയിട്ടുണ്ട്? പണം മുടക്കിയത് മുഴുവൻ ഏതെങ്കിലും സാധാരണക്കാരനാണ്. ഇവരുടെ ബൈലോ പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം എന്താണ്? ആദ്യം ചെന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യണം. ഞാനിപ്പോൾ ഒരു സാധാരണക്കാരനാണ്, എനിക്കൊരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ പുതിയ കഥയുണ്ട്, എൻ്റെ പുതിയ സംവിധാനങ്ങളുണ്ട്, എൻ്റെ പുതിയ ഡയറക്ടറുണ്ട്. ഇവരെല്ലാം കൂടി എടുത്തിട്ട് നമ്മളവിടെ ചെല്ലും, പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഇത് ആൻഡോയ്ക്ക് ഒരു പടം ചെയ്യണം. അപ്പോൾ ആൻഡോയ്ക്ക് എത്ര പൈസ നിൻ്റെ കയ്യിലുണ്ട്? 10 കോടി. എന്നൊരു പണി നമുക്കൊന്ന് ചെയ്യാൻ പറയും. പിന്നെ പേര് ആൻഡോ ജോസഫിൻ്റെയും എൻ്റെ പേര് ലൈൻ പ്രൊഡ്യൂസറും ആവും, അല്ലെങ്കിൽ ലൈൻ പ്രൊഡ്യൂസർ പിന്നെ ഈ ആൻഡോ ജോസഫും മറ്റും. ഇങ്ങനെയായി സിനിമ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ പുതിയ നടന്മാരെ എവിടെയാണ് നിങ്ങൾ കണ്ടിട്ട്? പുതിയ പ്രൊഡ്യൂസർമാരെ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? അമേരിക്കയിൽ നിന്നും വരുന്നവരും ലണ്ടനിൽ നിന്ന് വരുന്നവനും ദുബായിൽ നിന്ന് വരുന്നവനും മുഴുവൻ ഈ പറഞ്ഞ 10, 25 ആൾക്കാർ അടിയറവ് വെക്കുകയാണ് പോയിട്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഈ മോഹൻലാലിനെ അടക്കം, മമ്മൂട്ടീനെ അടക്കം, ഈ പറഞ്ഞ പൃഥ്വിരാജ് ഇന്നലെ ഭയങ്കര വിരോധം അവിടെ ഇരുന്ന് അടിക്കാനായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. പൃഥ്വിരാജിൻ്റെ കമ്പനി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പടം? പൃഥ്വിരാജിൻ്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 50% പിന്നെ പ്രോഫിറ്റിൻ്റെ 50% വാങ്ങിയിട്ടാണ്. ഇവരുടെ റെമ്യൂണറേഷൻ അവർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും.
ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ശേഷം കിട്ടുന്ന ആ റെമ്യൂണറേഷൻ ക്യാപിറ്റൽ റൈസ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതിന് 50% കൊണ്ടുപോകും. പൈസ മുടക്കുന്ന ആരാ? ഈ പ്രൊഡ്യൂസറാ. ഇവരുടെ മുടക്കം എന്താ? ഇവരുടെ ജോലി മാത്രം. എന്നിട്ട് പറയും ഞാൻ എന്നെ ഉള്ളതുകൊണ്ടല്ല ഇത്രയും കോടിക്കണക്കിന് രൂപ കിട്ടുന്നതെന്ന് പറയാം. ഇവരത് അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇവർ പണത്തിന് വേണ്ടിയിട്ടല്ല പണം ചെയ്യുന്നത്, പണത്തിന് വേണ്ടിയിട്ടാണ്. ബിസിനസ്സാണ് ഇത്, പക്കാ ബിസിനസ്സാണ്. ഈ പറയുന്ന ഒരു വ്യവസായം എന്ന് പറയുന്ന സംവിധാനത്തെ ഇപ്പം ഇവരൊരു 10-15 പേര് കൂടി അവർ കൈയടക്കി വെച്ചു. ഇതാണ് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഹേമ കമ്മിറ്റി പറഞ്ഞത് സാധാരണക്കാരെ മുഴുവൻ നിങ്ങൾ ഈ പറഞ്ഞ 10-15 ആൾക്കാർ, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. 15 പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശം എന്താണ്? ഇത് ഹേമ കമ്മിറ്റി എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്തുണ്ടാകുന്ന സംഭവം എന്താ? ഇപ്പം അമ്മയുടെ ഉള്ളിൽ തന്നെ പ്രശ്നം നോക്കിക്കോളൂ. അമ്മേൻ്റെ ഉള്ളിൽ എന്താ പ്രശ്നം? ഒരു 10-ലധികം വരുന്ന നടന്മാർ 80% പണം കൊണ്ടുപോവാണ്. ബാക്കി വരുന്ന 536 മെമ്പർമാരെ കണ്ടാണുള്ളത്. 506 മെമ്പർമാരുള്ള ഈ 10-15 അടന്മാർ 75% പണം കൊടുത്തിട്ട് ബാക്കി വരുന്ന നക്കാപ്പിച്ചായി പറഞ്ഞ 500 അംഗങ്ങൾക്ക് വീതിച്ചു കൊടുക്കല്ലേ? ഞാൻ എൻ്റെ ചോദിക്കട്ടെ, മമ്മൂട്ടി കമ്പനിയിൽ ഒരു പ്രൊഡക്ഷൻ വന്നു, മോഹൻലാലിൻ്റെ കീഴിലുള്ള ഒരു ആശീർവാദ് സിനിമാസിലെ പ്രൊഡക്ഷൻ വന്നു, പൃഥ്വിരാജിൻ്റെ കമ്പനിയിൽ ഒരു പ്രൊഡക്ഷൻ വന്നു. ഇത് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു പുതുമുഖ നടീനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ആര് ത്രൂ ഇൻട്രൊഡ്യൂസ് ചെയ്യും? പണ്ട് അങ്ങനെയൊന്നുമല്ല. പണ്ട് ഒരു പടം ചെല്ലുമ്പോൾ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. കാസ്റ്റിങ്ങിന് വേണ്ടി ഒരു സ്ഥലത്ത് ഇന്ന സമയത്ത് നിങ്ങൾക്ക് ആൾക്കാരെ പോവാം, നിങ്ങൾക്ക് കഥ പറയാം. ഇപ്പോൾ ഇത് ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? മമ്മൂട്ടിയുടെ അടുത്ത് ചെല്ലണമെങ്കിൽ ആദ്യം ആൻഡോ ജോസഫിൻ്റെ അടുത്തോ ഈ ജോർജിൻ്റെ അടുത്തോ പോയി സംസാരിച്ചാൽ മാത്രമേ മമ്മൂട്ടിയുടെ അടുത്ത് ചെല്ലാൻ പറ്റുള്ളൂ. മോഹൻലാലിൻ്റെ പടം പ്രൊഡ്യൂസ് ചെയ്യണം, മോഹൻലാലിൻ്റെ ഒന്ന് കാണണമെങ്കിൽ ആൻ്റണി പെരുമ്പാൻ്റെ അനുവാദം വാങ്ങിയ ശേഷം മോഹൻലാലിൻ്റെ അടുത്ത് പറ്റുള്ളൂ. ഇപ്പോൾ ലിസ്റ്റ് സ്റ്റീഫൻ്റെ അടുത്ത്, പൃഥ്വിരാജിൻ്റെ അടുത്തൊരു പടം എടുക്കുന്ന ലിസ്റ്റ് സ്റ്റീഫിൻ്റെ അനുവാദമില്ല, അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഇവരുണ്ടാക്കി വെച്ചു. ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ആളാരാന്നറിയോ? ഇത് മുമ്പ് ചെയ്ത ആളും ദിലീപാണ്. ഈ ദിലീപ് ഇത് ചെയ്തപ്പോഴാണ് 2020 സിനിമ എടുത്തപ്പോൾ ഇവർക്ക് അയ്യോ ഞങ്ങളെല്ലാവരും കൂടി വെച്ച് ദിലീപിന് കോടിക്കണക്കിന് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ദിലീപിനെ നെഞ്ചത്തേക്ക് കയറി, ദിലീപിനെ ചവിട്ടി പുറത്താക്കി ഒരു സൈഡിലേയും ചെയ്തു. ദിലീപ് നോക്കിക്കഴിഞ്ഞപ്പോൾ ദിലീപിന് കുറച്ചും കൂടെ അഹങ്കാരമായി. എനിക്കിപ്പോൾ സിനിമ അമ്മ മാത്രം പോരാ, അപ്പോൾ എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ വേണം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതിലേക്ക് പോയി. എനിക്ക് തിയേറ്ററുകളെല്ലാം വേണം, അതിൻ്റെ ഭാഗത്തേക്ക് പോയി. അപ്പോൾ ഇതെല്ലാം കൂടി ഇദ്ദേഹം കൈയടക്കുമോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇതിലേക്ക് പോയി. ഈ പറയുന്ന സംവിധാനം ഒരു 10-15 ആൾക്കാരുടെ കയ്യിലേക്ക് ഈ സാധനം ഒതുങ്ങി എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഒരു സംവിധാനങ്ങളും ജെന്യൂനായി നടക്കുന്നില്ല. ഇപ്പം ഇന്ന് ജോയ് മാത്യൂസ് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഞാൻ ജോയ് മാത്യൂസിന് ഇൻ്റർവ്യൂ കാണുമായിരുന്നു. അതിനകത്ത് പറഞ്ഞത് 2 മാസം കഴിയുമ്പോൾ ഈ മോഹൻലാൽ തന്നെ പ്രസിഡന്റായി തിരിച്ചു വരുന്നത് നമുക്ക് കാണാം എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ എന്തിനാണ് ഈ പറഞ്ഞ സംവിധാനം ചെയ്യുന്നത്? 2 മാസം കഴിഞ്ഞിട്ട് മോഹൻലാൽ ഇതിലേക്ക് തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്? അല്ലല്ലോ. ഇപ്പോൾ ഇറങ്ങിപ്പോയാണെങ്കിൽ ആ വഴിക്ക് പോകണം. പിന്നെ പുതിയ തെരഞ്ഞെടുപ്പ് വരണ്ടേ? ഞങ്ങൾ ആരും മോഹൻലാൽ ഇങ്ങോട്ട് പ്രസിഡന്റ് ആവാൻ പറഞ്ഞാലേ ഞങ്ങളെല്ലാവരും കൂടെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയതാന്ന് പറയുന്നത്. അയ്യോ അച്ഛാ പോലെ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് പ്രസിഡന്റ് ആക്കിയതാന്ന് പറയും. എന്തിന് പ്രസിഡന്റ് ആക്കി? അവിടെ അമ്മയിൽ തൻ്റെ ഇടയിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ലേ? ഈ പറഞ്ഞ ഇത്രയും ആരോപണം വന്നിട്ട് ആരോപണത്തിന് മറുപടി പറയാൻ പറ്റില്ല. ഇവർ ഈ സംഘടന വെച്ചിരുന്നതിനാ? ഒരു ആരോപണത്തിന് മറുപടി പറയണ്ടേ? ഇവർ ഈ പറയുന്നുണ്ടല്ലോ, ഫേസ്ബുക്കിൽ കൂടി മറ്റൊരു സംവിധാനത്തിൽ കൂടി പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണമല്ല. ഇവർ പണം ഉദ്ദേശിച്ച ആളെ വിളിച്ചു വരുത്തി ചോദിക്കണം. ഈ അമ്മേൻ്റെ സംഘടനയിലുള്ള മെമ്പർമാർ തന്നെയല്ലേ വിളിച്ചു വരുത്തി ചോദിച്ചിട്ട് ഇതാണ് ഇവരുടെ അഭിപ്രായം എന്ന് പറയുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ പറയണ്ടായിരുന്നോ? ഇതൊന്നും പറഞ്ഞില്ല. എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പറഞ്ഞ സംവിധാനത്തെ എല്ലാം പൂട്ടിക്കെട്ടി ഒറ്റപ്പോക്ക്. ആദ്യം സെക്രട്ടറി രാജിവെക്കുന്നു. സെക്രട്ടറി രാജിവെച്ചിട്ട് പിന്നെ പ്രസിഡന്റാണോ സംസാരിക്കേണ്ടത്? പ്രസിഡന്റ് അങ്ങനെ സംഭവമില്ല, അത് പിരിച്ചുവിട്ടാൽ പ്രശ്നം കഴിഞ്ഞില്ലേന്ന്. ഇനി 2 മാസം കഴിഞ്ഞിട്ട് ഇവർ ഈ പുതിയ സംഘടന ഉണ്ടാക്കിയിട്ട് ഞങ്ങളാണ് അമ്മ എന്ന് പറഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇവർ പറയുന്ന വേറൊരു കാര്യം അറിയാം നിങ്ങൾക്ക്? ഈ ഒരു 4 മാസത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്ന റവന്യൂ എന്ന് പറയുന്നത് 1000 കോടിയാണെന്ന് ഓർക്കണം. ഈ 116 ആൾക്കാർക്കാണ് ഇവർ കൈനീട്ടം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലേ? 116 ആൾക്കാർക്ക് 5000 രൂപ വെച്ചിട്ടാണ് 5000 കൊടുക്കുന്നത്. ഈ പറഞ്ഞ കൈനീട്ടം കൊടുക്കുന്നത് 5000 × 116 എത്രയാ? 5,80,000 രൂപ. 7 ലക്ഷം രൂപ കൂട്ടിക്കോ? 7 ലക്ഷം കൂട്ടണ്ട, 5,80,000 രൂപ. 5,80,000 രൂപയാണ് ഇവരെല്ലാം കൂടെ വലിയ കാര്യമായിട്ട് കൊടുക്കുന്നത്. ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 കോടി ബഡ്ജറ്റുള്ള ഒരു സിനിമയിൽ 6 കോടി ഒരു നടൻ മാത്രം മേടിച്ച് ഞെളിഞ്ഞിരുന്നിട്ട് വലിയ ന്യായം പറയാണ്. ബാക്കിയുള്ളവർക്ക് കാരവൻ എന്തില്ലാത്ത, ബാക്കിയുള്ളവർക്ക് ശുചിമുറി എന്താ ഇല്ലാത്ത, ബാക്കിയുള്ളവർ മറ്റേ ചുറ്റിക്കളന്നെല്ലാം താമസിക്കുന്നത് ഏത് വലിയ നടൻ ഇന്നലെ വന്നിരുന്ന് പറയുകയാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ. എന്നാൽ ഈ നടൻ ഈ 6 കോടി മേടിക്കുന്നതിന് പകരം 60% പൈസ മേടിക്കുന്നതിന് പകരം ഈ പറഞ്ഞ എനിക്കൊരു 20% മതി എന്ന് പറഞ്ഞിട്ട് ബാക്കി പൈസ എടുത്തിട്ട് ഇപ്പോൾ ഇത് ആരാ പൈസ കൊടുക്കുന്നത്? പാവപ്പെട്ട പ്രൊഡ്യൂസർ കഷ്ടപ്പെട്ട് അവൻ്റെ വീടും കുടുംബം പണയം വെച്ചിട്ട് കൊടുക്കുന്ന പൈസ ഇവരുടെ അടുത്തെല്ലാം ദൂർത്തടിക്കുക. എന്നിട്ട് എനിക്ക് 2 കാരവൻ, എനിക്ക് ഇവിടുന്ന് ഹെലികോപ്റ്റർ അങ്ങോട്ട്, ഒരു ഹെലികോപ്റ്റർ ഇങ്ങോട്ട്, പിന്നെ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് ദുബായിക്ക്. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പടം ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? UK
ഒരു സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി UK പോവുക. ഇവിടെ ഒരു സ്ഥലമില്ലാഞ്ഞിട്ട് നിങ്ങൾ UK പടം ഷൂട്ട് ചെയ്യാൻ സോങ് ഷൂട്ട് ചെയ്യുമ്പോൾ എത്ര ലക്ഷം എന്നറിയോ? 3.5 കോടി രൂപ UK പോയി ഫിലിം ഷൂട്ട് ചെയ്യുക, സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൊഡ്യൂസർ ഇരുന്ന് കരയുക, അയാൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തിട്ട് ഇതൊന്ന് ഇറക്കിയിട്ട് പോയാൽ മതി എന്ന് പറയും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇപ്പം റിലീസാവാൻ വേണ്ടി ഇരിക്കുന്ന പടം 100-ലധികമാണെന്നേ. ഈ 100-ലധികം പടം മുടക്കിയ പാവപ്പെട്ടവൻ്റെ അവസ്ഥ എന്താ? ഇതിനാണ് ഇവർ വ്യവസായം എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ ഞാൻ ഭയങ്കര ന്യായീകരണം പറയുന്നത് എന്ത്? ഈ പറയുന്ന വ്യവസായത്തെ തകർക്കുകയാണ്, വ്യവസായത്തെ തകർക്കുന്ന ഇവർ തന്നെയല്ലേ? ഇവിടെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരാണോ ഈ പറഞ്ഞ സംവിധാനത്തിനെതിരെ വന്നത്? ഈ പറഞ്ഞ ആൾക്കാർക്കെതിരെ ആരോപണം വന്ന പോലീസ് അന്വേഷിക്കട്ടെ എന്നേ. അത് ഇവർക്ക് നേരെ നിന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കെതിരെ ആരോപണം വന്നു, അന്വേഷിച്ചോളൂ, എനിക്ക് നിയമപരമായി കോടതി പോകാൻ പറ്റും. എന്തുകൊണ്ടത് സിദ്ദിഖിന് പറയാൻ പറ്റിയില്ല? എന്തുകൊണ്ട് സിദ്ദിഖിന് പറയാൻ പറ്റും? ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പറയാൻ ഞാൻ തെറ്റെയ്തെന്ന് അർത്ഥം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആരെയും രാജിവെക്കുമോ? ഇപ്പോൾ അരുണിനെതിരെ ഇവിടെ ഒരു ആരോപണം വന്നാൽ അരുൺ പറയുമോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ രാജിവെച്ചിട്ട് വീട്ടിൽ പോകുന്നു പറയുമോ? ഇത് പറയുന്ന ലെവലിലേക്ക് ഒരു മാറി എന്നുള്ള അർത്ഥം എന്താ? എന്നിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങൾ ജനറൈസ് ചെയ്യാണ്. ഏത് വിഭാഗത്തിലാണ് പിന്നെ ഈ പറഞ്ഞ സംവിധാനം ഇല്ലാത്തത്? ഏത് വിഭാഗത്തിലാണ്? അങ്ങനെ ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് ഫോൾസ് അലിഗേഷനാണ് പറയുന്നതെങ്കിൽ അതിനേക്കാളും ഇവർ പറയുന്നതിനേക്കാളും വലിയ കുറ്റമല്ല അവർ ചെയ്യുന്നത്. എൻ്റെ കുടുംബം, എൻ്റെ ജീവിതവും, എൻ്റെ സംവിധാനവും നശിപ്പിക്കുകയാണെന്ന് തൻ്റെ അടുത്തോടു കൂടി പറയാൻ ഇവർക്ക് എന്തുകൊണ്ട് പറ്റില്ല? ഇപ്പം എനിക്ക് തോന്നുന്നു 8ഓളം ആരോപണങ്ങളാണ് ഞങ്ങളല്ലേ? 8 ആരോപണം, 8 പേരിൽ ആരെങ്കിലും ഒരാൾ 15 പരാതിയിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഇല്ലയെന്ന് പറഞ്ഞോ? ബാബുരാജൻ കണ്ട് കുറച്ച് ഭാഗത്ത് ഒന്ന് പറഞ്ഞു, ബാക്കി ആരെങ്കിലും പറഞ്ഞോ എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഇല്ലയെന്ന്? ഈ പറയുന്ന സംവിധാനത്തെ ജനറലൈസ് ചെയ്തിട്ട് ഇവരെവിടെയോ ചെയ്യേണ്ട കാര്യത്തെ ഈ പറഞ്ഞ സംവിധാനമൊക്കെ ചെയ്യാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പറയും. 10,000 കോടി വ്യവസായത്തിൽ ഈ പറഞ്ഞ 500 പേർക്ക് വേണ്ടിയിട്ടാണ്, 500-600 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സംവിധാനം ഉള്ളത്. 3.5 കോടി ജനങ്ങൾ പോയി സിനിമ കാണുന്നത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അടുത്ത കാലത്ത് നോക്കിയിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ പടങ്ങൾ നോക്കിയോ? ഒന്ന് പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ഈ പറഞ്ഞ സിനിമകളിൽ എത്ര പേര് അമ്മേൻ്റെ അംഗങ്ങളാണ്? നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ ഈ പടങ്ങളാണല്ലോ ഇപ്പം 100 കോടി 50 കോടി ക്ലബ്ബിൽ കയറിയത്. ഈ പടങ്ങളിൽ ഏതെങ്കിലും ഒരു അമ്മയിലെ അംഗങ്ങളായിട്ടാണ് മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്ത പട, മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത പട? ഒന്നുമല്ല. ഈ സാധാരണ പിള്ളേരെ, ചെറിയ പിള്ളേരുണ്ടല്ലോ, +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ട് സിനിമ കഴിഞ്ഞിട്ട് 100-150 കോടിയിലേക്ക് പോകുന്ന കാലത്ത് ഇവരുടെ ജാട കണ്ടുകൊണ്ട് ആർക്കിരിക്കാനാണ്? നിങ്ങൾ വേണേൽ അങ്ങോട്ട് പോയിക്കോ, നിങ്ങൾ ഇങ്ങനെ പോയിക്കോ. ഇന്നലെ പൃഥ്വിരാജ് പിന്നെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു വലിയ സ്റ്റേജിൻ്റെ മേലെ ഇരിക്കുകയാണ്, പത്രക്കാരൊക്കെ ഒരു 100 മീറ്റർ അപ്പുറം ഇരിക്കുന്നു. എന്നിട്ട് മൈക്കിൽ കൂടെ ചോദിക്കുകയാണ്. അപ്പം 5 ചോദ്യം കഴിഞ്ഞപ്പോൾ 6 ചോദ്യം കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറേന്ന് പിന്നെ ആങ്കർ വിളിച്ചു പറയാണ്, ഒരു ചോദ്യം കൂടെ ചോദിച്ച് നിർത്താം. അതിനേക്കാളും ഡീസൻ്റ് ആയിരുന്നു സിദ്ദിഖ്. ഒരു റൂമിൻ്റെ അകത്ത് എല്ലാവരും മാക്സിമം കേട്ടു അതെങ്കിലും. ഇതുപോലും കേൾക്കാനുള്ള സംവിധാനം ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പം ഇത് ഒരാളുടെ മാത്രം ഒരു സംഭവം ഉണ്ടായി ഇവർക്കെതിരെ മറുപടി പറയുന്നത് മുഴുവൻ ഇതിലെ അംഗങ്ങൾ തന്നെയല്ലേ? ഇപ്പം ഏതെങ്കിലും പുറത്തുനിന്ന് ഒരു അംഗം വന്നിട്ട് ഏതെങ്കിലും ഈ അമ്മയ്ക്ക് അംഗങ്ങൾക്കെതിരെ പറഞ്ഞോ? അല്ലെങ്കിൽ നടന്മാർക്കെതിരെയോ നടിമാർക്കെതിരെയോ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഈ സിനിമയായി സഹകരിച്ച് നിൽക്കുന്ന ആൾക്കാർ തന്നെ ഇവർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഈ പറഞ്ഞ സംവിധാനത്തെ മുഴുവൻ ഇവർ തന്നെയാണ് ഇല്ലാതാക്കിയത്. ഈ പറഞ്ഞ ഇത് ഞാൻ പറയുന്നത് ഇവരെ ആരെയും ഞാൻ മോശക്കാരനാക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ പറഞ്ഞത് ഇവർ സാധാരണ ചെയ്യേണ്ടത് ഒരു വ്യവസായം നിലനിൽക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ വ്യവസായത്തിൽ ഓരോ വിഭാഗങ്ങളായി കാണാൻ പറ്റണം. അല്ലെങ്കിൽ എനിക്ക് ഈ സംവിധാനത്തെ മുഴുവൻ അടക്കി വാഴണം. അപ്പോൾ എൻ്റെ ഒരാൾ പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇരുന്നോട്ടെ, എൻ്റെ ഒരാൾ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ ഇരുന്നോട്ടെ, എൻ്റെ ഒരാൾ ഫിയോക്കിൻ്റെ തലപ്പത്തിരുന്നോട്ടെ, എൻ്റെ ഒരാൾക്ക് ഫെഫ്കേൻ്റെ തലപ്പത്തിരുന്നോട്ടെ, എന്നാൽ ഞാൻ ഇതിനൊക്കെ രാജാവിനെ പോലെ ഇരുന്ന് ഭരിക്കും. അതുകൊണ്ടാണ് സാറേ ഇതിന് താര രാജാവ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പണ്ടത്തെ ആൾക്കാർ താര രാജാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാതെ പറഞ്ഞെന്ന് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ അടുത്ത കാലം ഏത് പ്രൊഡ്യൂസർ വേണമെങ്കിൽ വിളിച്ച് നോക്കിക്കോ, പണം കൊടുക്കുന്നവന് സാമാന്യ വിലയുണ്ടാവുമല്ലോ ലോകത്ത്. സാമാന്യ ലോകത്ത് വിലയിൽ ഞാൻ ഇതിൻ്റെ ഭാഗമായിരുന്ന ആളാണ്, എനിക്കിത് നല്ല രീതിയിൽ അറിയാം. ഇതിപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ, ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിക്ക് നമുക്ക് ഇത് വരില്ല. ആ പ്രയോഗം തന്നെ നോക്കൂ, താരരാജാവ് രാജാവുള്ള സ്ഥലത്ത് ഇതേ സംഭവിക്കും. കാരണം ഒരു രാജാവ് നിൽക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ പേരുകൾ നിങ്ങൾ നോക്കിയോ? ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയാം. ഞാൻ തന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാക്കുക, ഞാൻ തന്നെ എന്താണ് പ്രധാന നടൻ ഞാൻ പറയുന്ന നടീനെ വെക്കും, ഞാൻ പറയുന്ന പ്രൊഡ്യൂസർ വെക്കും. നിങ്ങളൊരു കഥ പറയാൻ ഈ നടന്മാരെ അടുത്ത് പോയി നോക്കിക്കുക, കാണണമെങ്കിൽ ആദ്യത്തൊക്കെ കേൾക്കും, ശരി ഓക്കെ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക? അത് കഴിഞ്ഞിട്ട് ആദ്യം പറയും നമുക്ക് ആ നടീനേക്കാൾ നല്ലത് മറ്റേ നടിയാണ്. നമുക്ക് എന്തെങ്കിലും തിരിച്ചു പറയാൻ പറ്റുമോ? കാരണം ഇദ്ദേഹമാണല്ലോ രാജാവ്. ഇദ്ദേഹം ഇല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടില്ല, ഇദ്ദേഹം ഇല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷനും ചെയ്യാൻ പറ്റില്ല, പ്രൊഡ്യൂസും കിട്ടി, ഇവരിട്ട് സമയമായിട്ട് തരില്ല. ഇനി ഏതെങ്കിലും ഒരു നല്ല ഇവരൊക്കെ പറയുന്ന രാജിക്ക്, അപ്പോൾ ഈ സംവിധാനത്തിൽ ഞാൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു നടൻ ലാഭം കിട്ടും എന്ന് കണ്ടെന്ന് വെച്ചോളൂ,
തോക്കും എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു, അല്ലെങ്കിൽ പിന്നെ എന്താണ് പരാജയപ്പെടും എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു സിനിമ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഒരെണ്ണം പറ. 100% വിജയിക്കും എന്ന് കാണുന്ന സിനിമ അപ്പം അത് ഈ പറഞ്ഞ കമ്പനികളുടെ അടുത്തേക്ക് പോകും. പൊളിയുമെന്ന് ഏകദേശം 1% ഇവർക്ക് തോന്നിയാൽ മതി, അതൊന്നും ആ പ്രൊഡ്യൂസർ ചെയ്തോട്ടെ പറയും. ശരി ശരി. ഇത് ഈ പറയുന്ന സംവിധാനം, ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിലേ ഇത് ഇത്രയെങ്കിലും ഈ സമയത്ത് പറയേണ്ടതാണ്, അതുകൊണ്ട് പറഞ്ഞ. Meet the editors.